പ്രശാന്തേട്ടാ, ഈ ഇസ്രായേൽ ലെബനൻ യുദ്ധത്തിൽ കരയുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് അവിടെയുള്ള ഈ തെക്കൻ ലെബനനിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ യുദ്ധം കരയുദ്ധത്തിലേക്ക് കടക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ഒഴിഞ്ഞ് പോകണം. ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേലി ജനവിഭാഗത്തിനെ, യൂത ജനവിഭാഗത്തിനെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതി കൂടി ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അവർ വയ്ക്കുന്നുണ്ട്. ഈ കരയുദ്ധം ഔപചാരികമായിട്ട് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾ യുദ്ധം തുടങ്ങി. കരയുദ്ധം എന്ന് പറഞ്ഞാൽ അത് യുദ്ധത്തിലേക്ക് അങ്ങ് മാറുകയാണ്. അതിന് പിന്തുണയുമായിട്ട് വ്യോമസേനയുണ്ട്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുടെ പിന്തുണയും ഈ യുദ്ധത്തിനുണ്ട്. അതായത് ലെബനൻ എല്ലാ അർത്ഥത്തിലും ലെബനനെ ആ യുദ്ധത്തോടുകൂടി, പ്രത്യേകിച്ച് ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, അവർക്ക് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഇസ്രായേലിനുണ്ട്. ലെബനൻ പിടിച്ചെടുക്കുന്നു. ഇസ്രായേലിൻ്റെ ഭാഗം, അവർ യുദ്ധം ചെയ്ത് പിടിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും പിന്നീട് വിട്ടുകൊടുത്തിട്ടില്ല. അതാണ് ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകത. അവരുടെ തന്നെ ഭാഗമാക്കി മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. ഇവിടെ ലെബനനും അവരുടെ അധീനതയിലാകാൻ പോകുന്നു. ലെബനൻ പിടിക്കാൻ തന്നെയാണ് തീരുമാനം. ലെബനൻ പിടിക്കുമ്പോൾ ഇറാൻ അതിനകത്ത് ഇടപെടുമോ എന്നുള്ളതാണ്. ഇടപെടാൻ വേണ്ടിയാണ് ഈ രീതിയിലൊക്കെ പോകുന്നത്. ഇടപെട്ട് കഴിഞ്ഞാൽ ഇറാനിലും കയറും. ഇറാൻ പക്ഷേ ഖുമൈനി പേടിച്ചിരിക്കുക. ഖുമൈനി എന്നേ പേടിച്ചിരിക്കുകയാണല്ലോ. എന്നാലും ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് അദ്ദേഹമാണല്ലോ. കാരണം ഹിസ്ബുള്ളയ്ക്ക് വേണ്ട കരുത്തും ആയുധവും സംവിധാനങ്ങളും എല്ലാം പണ്ട് പോലെ അവരുണ്ടായ കാലം തൊട്ടേ കൊടുത്ത് വളർത്തിയെടുത്തോണ്ടിരുന്നവരാണ്. അതെ. ഈ ആയുധങ്ങൾ ഒക്കെ പോരാതെ വന്നു. അല്ല, ഇപ്പൊ ആയുധങ്ങളൊന്നും ഇല്ല. ഞാൻ ഈ പറഞ്ഞത് നേരത്തെ കാര്യമാണ്. ഹമാസിനെ ആക്രമിച്ചുകൊണ്ടിരുന്ന സമയം അന്ന് 8-ാം തീയതി തൊട്ട് ഇപ്പം ഹിസ്ബുള്ളക്കെതിരെ തിരിയുന്ന അത്രയും കാലം ഒരു മിസൈൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലവട്ടം താക്കീത് ചെയ്താണ്, നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ തമ്മിലുള്ള ഒരു ആഭ്യന്തര യുദ്ധമാണ്, അപ്പം അതിന്റെ കാര്യമില്ലെന്ന് പറഞ്ഞൊക്കെ. അങ്ങനെ അതല്ല, ഞങ്ങൾ ഹിസ്ബുള്ള ഹമാസിനെ ആക്രമിച്ചാൽ ഞങ്ങൾ ആക്രമിക്കും. അതായത് ഹിസ്ബുള്ളയുടെ ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ സാധിക്കും എന്നുള്ളൊരു തോന്നലായിരുന്നു. കരുത്തരായിരുന്നു എന്നുള്ളൊരു തോന്നലാണ്. കാരണം ഇവർ ഇതുവരെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻസിന്റെ എല്ലാം ഒരു സക്സസ് റേറ്റ് അങ്ങനെ ആയിരുന്നു. ആരും പരാജയപ്പെട്ടിട്ടില്ല, ആരും എതിർത്തിട്ടില്ല. നേരത്തെ ഈ തുർക്കിയിൽ ഷിയ മുസ്ലിങ്ങളെ ഒരു 1 ലക്ഷത്തോളം ഷിയ മുസ്ലിങ്ങളെ കൊന്ന കഥയുണ്ട്. അത് അങ്ങനെയാണ് ഇദ്ദേഹം വലിയ കക്ഷിയാവുന്നത്, അസറുള്ള. അപ്പൊ അങ്ങനെ ഈ മാത്രമല്ല, ഇവിടെയും ഈ അംഗബലം കൊണ്ടും രാജ്യത്തിന്റെ അംഗബലവും അവരുടെ ആയുധ ശേഖരവും ഇപ്പോഴും കണ്ടമാനം മിസൈലുകളൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഉണ്ടെന്ന് പറയുന്നെങ്കിൽ ഇപ്പൊ മിസൈലൊന്നും പഴയതുപോലെ കാണത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വരികയും ഇസ്രായേലിനെ അവർക്ക് അറിയത്തില്ലല്ലോ. ഇസ്രായേൽ കയറി വാക്കിട്ടോക്കി അത് ചിഹ്നഭിന്നമാക്കിയതിന് ശേഷം ആര് പറഞ്ഞിണക്കെ ഐക്യരാഷ്ട്രസഭ പറഞ്ഞിണക്കെ. കാരണം ഐക്യരാഷ്ട്രസഭ നേരത്തെ 2006 ഒരു യുദ്ധം ഉണ്ടായപ്പോൾ ഈ തെക്കൻ ഈ ലെബനനിൽ നിന്ന് 40 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറണമെന്ന് പറഞ്ഞു ഇസ്രായേലിൻ്റെ അടുത്ത്. അങ്ങനെ 40 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയ ഇസ്രായേലിനെയാണ് അന്ന് തൊട്ട് ഹിസ്ബുള്ള അവിടം കേന്ദ്രമാക്കി വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ആവശ്യപ്രകാരം ഒരു കരാർ വെച്ചപ്പോൾ, അല്ലെങ്കിൽ സമാധാന കരാർ വെച്ചപ്പോൾ, അന്നത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭ വെച്ച നിബന്ധന പാലിച്ചുകൊണ്ട് ഇസ്രായേൽ നിന്നപ്പോൾ ആ ഇസ്രായേലിനെ അന്ന് തൊട്ട് ആക്രമിക്കുകയാണ്. ഇന്ന് വരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ദിവസം പോലും 2 മിസൈൽ വിടാത്ത ദിവസം, ഹിസ്ബുള്ള മിസൈൽ വിടാത്ത ദിവസം, ഇസ്രായേലിലേക്ക് വിടാത്ത ദിവസം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതാണ് ഇപ്പം ഇനിയും ഹമാസോ ഹിസ്ബുള്ളയോ അത് കഴിഞ്ഞ് ഹൂത്തിയോ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സമാധാന പോക്കിന് തടസ്സമായിട്ട് നിൽക്കുന്നതിന് പാടില്ല. കഴിഞ്ഞ ദിവസം വളരെ നെതന്യാഹു പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം ആരും സമാധാന ചർച്ചയുമായിട്ട് വരണ്ട, ഞങ്ങൾ യുദ്ധം നിർത്തുന്ന കാര്യമില്ല, പ്രശ്നമില്ല, യുദ്ധം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ ഹിസ്ബുള്ള ആയാലും ഹമാസ് ആയാലും ഹൂത്തി ആയാലും അവരുടെ തീർത്തതിന് ശേഷം യുദ്ധം നിർത്തത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം കമാൻഡോ ഓപ്പറേഷൻ ആയിരുന്നു, കരയുദ്ധത്തിലേക്ക് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച് കരയുദ്ധത്തിലേക്ക് കടന്നിട്ടില്ല. ഇതുവരെ കമാൻഡോ ഓപ്പറേഷൻസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇപ്പം അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി കരയുദ്ധം ആരംഭിച്ചു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ടാങ്കറുകളൊക്കെ എന്ന് പറഞ്ഞാൽ 700-800 ടാങ്കർ ഒരേപോലെയാണ് കയറുന്നത്, മനസ്സിലാവും കരയുദ്ധത്തിലേക്ക്. കാരണം അതുപോലെ അവിടുത്തെ 3 ഗ്രാമങ്ങളിൽ നിന്നുള്ള ആൾക്കാരെടുത്ത് ഔദ്യോഗികമായിട്ട് പറഞ്ഞു ഒഴിഞ്ഞു പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ജനവാസ മേഖലയിലാണ് അവരുടെ തമ്പടിക്കുന്നത്. അവരുടെ ഈ
മിസൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്നതും അത് അവിടെ നിന്നാണ് പ്രയോഗിക്കാറുള്ളത്. കാരണം ഇവരുടെ മറയെന്ന് പറയുന്നത് ഇവർക്ക് ആരോടും താല്പര്യമോ സ്നേഹമൊന്നുമില്ല, അവരുടെ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ യുദ്ധക്കരാർ എന്ന് പറയുമ്പം അതിനകത്തൊരു വലിയ രസമുണ്ട്, നമ്മൾ കേൾക്കേണ്ട കാര്യം. ലോകത്ത് യുദ്ധക്കരാർ എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോഴേ യുദ്ധക്കരാർ. ഇവൾ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് യാതൊരു കരാറും പാലിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും കൂടെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലാകുമ്പോൾ യുദ്ധക്കരാറുകളുണ്ട്. അപ്പോൾ അത് പാലിച്ചാണ് അവർ മുമ്പോട്ട്. ഇവർക്കൊന്നുമില്ല. ഇവർ യുദ്ധം കരാർ പാലിക്കേണ്ടത് ഇസ്രായേലും ഏത് രീതിയിലും തോന്നിവാസം കാണിക്കാൻ ഇതുപോലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പും. അപ്പോൾ ഇനി അങ്ങനത്തെ രീതികളും അല്ലെങ്കിൽ സമാധാന കാര്യങ്ങളും ഒന്നുമില്ല. അന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ലല്ലോ. ഓരോ രാജ്യം ഉണ്ടാക്കി വെച്ചേക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ വേറെ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇവർ ഇപ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞപ്പോഴാണല്ലോ സുന്നി ഷിയ എല്ലാം കൂടെ ഒന്നിച്ചേക്കുന്നത്. അല്ലാത്ത സമയത്ത് പരസ്പരം സുന്നി ഷുവായെ ആക്രമിക്കും, ഷിയ സുന്നി ആക്രമിക്കും, സുന്നി ആക്രമിക്കും, അങ്ങനെ പരസ്പരം എന്തായാലും ഇവർക്ക് എന്ന് യുദ്ധമുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആൾക്കാരെ കൊല്ലുന്നത് ഇവരുടെ ഒരു വിനോദമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ, അതായത് മറ്റ് സമുദായത്തിലേക്ക് മാത്രമല്ല സ്വന്തം സമുദായത്തിൽ പോലും സമാധാനം കൊടുക്കുന്നില്ല. ഇല്ല, സമാധാനം ഇല്ലല്ലോ. സമാധാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പം ഈ നസ്രള്ളയെ കൊന്നു കഴിഞ്ഞപ്പോൾ അറേബ്യൻ രാജ്യങ്ങളിൽ പോലും ആഘോഷങ്ങളാണല്ലോ നടന്നത്. പോട്ടെ, ഇറാനിൽ എന്ത് നടന്നേ? ഇറാനിൽ ആഭ്യന്തര ജനങ്ങൾ നെതന്യാഹുവിൻ്റെ കൂടെയാണ്. അതായത് അയാളെ കൊന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ആഘോഷവും കാര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം പോയി. ഇവിടെ അവിടെ സമാധാനത്തെ ഒന്നും ആൾക്കാർ ജീവിക്കുന്നില്ല. കാരണം വിദ്യാഭ്യാസം ഇല്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, വികസനമില്ല, പട്ടിണിയും പരിവട്ടവും. ഇതുപോലുള്ള ഗ്രൂപ്പുകളെ പ്രോത്സാഹിപ്പിച്ച് യുദ്ധവും അല്ലെങ്കിൽ അവരുടെ താല്പര്യം, ഭരണാധികാരികളുടെ താല്പര്യങ്ങളും അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങളും മാത്രം സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ്. മറ്റു രാജ്യങ്ങളിലെ പോയിട്ട് വികസനമില്ല, വിദ്യാഭ്യാസമില്ല, സംവിധാനങ്ങളില്ല, ഒന്നുമില്ല. ഈ രീതിയിൽ ഭയന്ന് വിറച്ച് ആൾക്കാരെ ഇല്ല ജീവിച്ചു അതുകൊണ്ട് ജനിച്ചു അതുകൊണ്ട് ജീവിക്കണം എന്നുള്ള രീതിയിൽ ജീവിച്ചു പോകുന്നത്. അപ്പം മനുഷ്യൻ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു രീതി വന്നാൽ, അല്ലെങ്കിൽ ഇതിനെല്ലാം അതിജീവിച്ചാണ് നേരത്തെ അവിടെ ഈ മറ്റേ ഇതിൻ്റെ സമരം വന്നില്ലേ, അത് നമ്മുടെ തലപ്പാവണിയുന്നതിൻ്റെ ഈ മുസ്ലിം സ്ത്രീകൾ, ആ സമരം വന്നപ്പോൾ ഒരു സ്ത്രീയെ കൊല്ലുകയും കണ്ടമാനം ആൾക്കാർ വെളിയിൽ പോവുകയും 500 സ്ത്രീകളെ കൊന്ന് അടിച്ചമർത്തി 25,000 പേരെ ജയിലിൽ വിട്ടാണ് അത് നിർത്തിയത്. അതിനുശേഷം അതിൻ്റെ വാർഷികം വന്നപ്പോഴടുത്ത് ജനം ഇരമ്പി റോഡിൽ ഇറങ്ങിയില്ലേ. അപ്പോൾ അത്രയ്ക്ക് ആ ഭരണകൂടത്തോട് ജനങ്ങൾ വെറുത്തിരിക്കുകയാണ്. ഏതൊരു ഘട്ടത്തിലും ഈ ഭരണകൂടത്തെ തമസ്കരിക്കാനും അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള ഭൂരിപക്ഷം ജനവിഭാഗങ്ങളുമാണ് ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം എന്നാണ് ഇപ്പം ഈ മൊസറുള്ളയുടെ മരണത്തിന് ശേഷം രാജ്യവ്യാപകമായിട്ട് ആഘോഷവും സംവിധാനങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കരയുദ്ധത്തോടുകൂടി ടെല്ലവീവ് ഉൾപ്പെടെ വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലെബനൻ എന്ന് പറയുന്ന രാജ്യം പണ്ട് ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. ആ ക്രിസ്ത്യൻ രാജ്യത്ത് ഭൂരിപക്ഷം വിശാലമായിട്ടുള്ള ക്രിസ്ത്യാനിയുടെ മനസ്ഥിതി കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഭരണകൂടത്തിൽ ആധിപത്യം കൊടുക്കുകയും അവർക്കെല്ലാ വിദ്യാഭ്യാസം കൊടുക്കുകയും പാശ്ചാത്യ സംസ്കാരത്തിൽ അവരെ വളർത്തിയെടുക്കാനും ഒക്കെ ശ്രമിക്കുകയും, മാത്രമല്ല ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ അവിടുന്ന് വന്ന ബാക്കിയുള്ള മുസ്ലിം രാജ്യങ്ങൾ ആരും കയറ്റാത്ത സമയത്ത് അവിടുന്ന് വന്ന മുസ്ലിങ്ങളെ അവിടെ കുടിയേറാൻ സമ്മതിക്കുകയും അവസാനം ഈ മുസ്ലിങ്ങളെല്ലാം കൂടി ലെബനൻ എന്ന് പറഞ്ഞ രാജ്യം അവർ ഭൂരിപക്ഷമായി പിടിച്ചെടുത്ത് അതോടുകൂടി ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായും. അതായത് അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ആ രാജ്യത്ത് യാതൊരു സ്വാതന്ത്ര്യമോ ഭരണത്തിൽ ഇൻവോൾവ്മെന്റോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പോൾ ഒരു മുസ്ലിം രാജ്യമായിട്ടാണ് വന്നത്. 70-കൾ വരെയൊക്കെ സമ്പന്ന രാജ്യമായിരുന്നു, വിദ്യാഭ്യാസത്തിൽ മുൻനിരയിലായിരുന്നു, മിഡിൽ ഈസ്റ്റിലെ ഏക ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. അപ്പൊ ഇത് ഒരു തിരിച്ചുവരവിലേക്ക് ഒരുപക്ഷെ ഈ യുദ്ധം നയിച്ചേക്കും. വീണ്ടും ഒരു ക്രിസ്ത്യൻ രാജ്യം, അല്ലെങ്കിൽ അവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്ന ആ നാട്ടിലെ ആൾക്കാരെ തിരിച്ചു വിളിച്ച് ഒരു ക്രിസ്ത്യൻ രാജ്യം പറയുന്നുണ്ട്, ഇസ്രായേൽ പറയുന്നുണ്ട് അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്രായേലും അമേരിക്കയും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് അനിവാര്യമായ കാര്യമാണ്. കാരണം വളരെ വിശാല മനസ്സോടുകൂടി ഒരു പാരീസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്ത് മറ്റുള്ള രാജ്യത്തിലെ ആൾക്കാരെ അഭയാർത്ഥികളെ ഉൾക്കൊള്ളാനും അവരെ ഭരണത്തിൽ ഏറ്റാനും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും അവർക്ക് ജോലി കൊടുക്കാനും ഒക്കെ തയ്യാറായപ്പോൾ, അവർ ഭൂരിപക്ഷം വന്നപ്പോൾ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ആ രാജ്യത്തെ ജനതയെ, അതായത് അടിസ്ഥാന വർഗമായിരുന്ന ആ രാജ്യത്തെ ക്രിസ്ത്യാനികളെ മൊത്തവും കൊന്നൊടുക്കുന്ന, വളരെ ദയനീയമാണ് ആ കഥകൾ കേട്ടത്, കൊന്നു തള്ളുന്ന ഒരവസ്ഥയുണ്ടായി. അവസാനം അവർക്ക് വീടിന് വെളിയിലിറങ്ങാൻ പറ്റാത്ത, പള്ളിയിൽ പോകാനൊക്കാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത, വളരെ നിഷ്ഠൂരമായിട്ടുള്ള, വളരെ സമ്പന്നമായിട്ടിരുന്ന ഒരു രാജ്യം ഒരു മതരാഷ്ട്രമാക്കി മാറ്റി ഒരു സമുദായത്തെ മൊത്തം ഇല്ലായ്മ ചെയ്ത് പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു തിരിച്ചടിയാണ് ഇതെല്ലാം. ഈ രാജ്യത്തെ, ഈ ക്രിസ്ത്യൻ രാജ്യത്തെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ
നിന്നതെന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ രാജ്യം അവരുടെ അധീനതയിലായാൽ ഇസ്രായേലിനെ ആക്രമിച്ച് കടൽ കടത്തി വിടാമെന്നുള്ള വ്യാമോഹത്തോടു കൂടിയാണ്. ഇതെല്ലാം ഇസ്രായേലിനും അറിയാമല്ലോ. ഇസ്രായേലിന് ഈ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞ ഒരു 12,500 കൊല്ലത്തെ ചരിത്രമുണ്ട്. കാരണം ആദ്യം അവരുടെ രാജ്യമായിരുന്നു. ആ രാജ്യത്ത് നിന്ന് അവർക്ക് ഇതുപോലെ ഓടേണ്ടി വന്നൊരു കാലം. അതിനുശേഷം വീണ്ടും ആ രാജ്യത്ത് അവരുടെ പ്രദേശത്ത് തിരിച്ചു വരുന്നു. അതും പൈസ കൊടുത്തവിടെ മേടിച്ചിട്ട് വീണ്ടും അവിടെ നിലനിൽപ്പിന് വേണ്ടി അന്ന് തൊട്ട് 1948 തൊട്ട് ഇന്ന് വരെ പോരാടിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലിന് ഈ ചരിത്രമൊക്കെ അറിയാം. അപ്പം ആ പഴയ ലെബനെയും ലെബൻ്റെ അവകാശികളെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും കൂടിയാണ്. അതിന് അമേരിക്കയുടെ വേണ്ട സപ്പോർട്ടുണ്ട്. ഇത് കാലം കരുതി വെച്ച കാവ്യനീതി എന്ന് പറയാം, ഒരു തിരിച്ചുവരവ്, അത്രയേ ഉള്ളൂ. അപ്പം കരയുദ്ധം ഹിസ്ബുള്ള എന്ന് പറയുന്ന അത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഹൂതികളുടെ അടുത്തേക്ക് പോകാം എന്ന് പറയുന്നത് അവസാനിപ്പിക്കാം.